മാസപ്പടി കേസിൽ വീണ്ടും ഇഡി റെയ്ഡ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് പരിശോധന. നേരത്തെ നടന്ന റെയ്ഡിന്റെ തുടർച്ചയാണിത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററായ എൻ നന്ദുലാലിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തുന്നത്. TVNയുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് കൂടിയാണ് നന്ദുലാൽ. പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM ജില്ലാ സെക്രട്ടറി M മഖബൂബ് ആരോപിച്ചു. ഒരു കാരണവുമില്ലാതെ റെയ്ഡ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഇഡിക്കാരെ കൊണ്ട് നടക്കുന്നത് BJPക്കാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട്. അനീഷ്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് 8 ഇടങ്ങളിലാണ് പരിശോധന. അത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്. ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണോ? എന്താണ് ED വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? നേരത്തെ തന്നെ മുൻ സംസ്ഥാന മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെയും ഒപ്പം മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായ റിയാസിന്റെയും നിലവിലെ ബേപ്പൂർ MLA കൂടിയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലുമൊക്കെ പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനകളുടെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളുടെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. നേരത്തെ നടത്തിയ റെയ്ഡിൽ പിണറായി വിജയന്റെ മകൾ T വീണയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ചില ഡയറികളിലെ പേരുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് എന്ന് ആണ് ഈ EDയിൽ നിന്ന് നൽകുന്ന ഒരു വിവരങ്ങൾ. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് രാവിലെ തന്നെ കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററായ നന്ദുലാലിന്റെ കോഴിക്കോട് ഈസ്റ്റിലുള്ള വീട്ടിലെത്തിയത്. അപ്രതീക്ഷിതമായ ഒരു വരവായിരുന്നു, അല്ലെങ്കിൽ ഒരു മിന്നൽ പരിശോധന എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു റെയ്ഡായിരുന്നു ഇത്. മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും DYFയുടെ പ്രാദേശിക നേതാവുമൊക്കെയാണ് ഈ നന്ദുലാല്. ഒപ്പം ഇതുപോലെ തന്നെ റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ P നിഖിൽ. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും തറവാട് വീട്ടിലുമടക്കം പരിശോധനകൾ നടക്കുന്നു. അദ്ദേഹം ഒരു പരസ്യ കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷമായിരുന്നപ്പോൾ കോൺഗ്രസ് ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇവരുടെയൊക്കെ അടക്കമുള്ള സാമ്പത്തിക സോഴ്സുകളെ കുറിച്ചും ഇവരുടെ വരുമാന മാർഗങ്ങളെ കുറിച്ചും ഇവരുടെ വ്യാപാര ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ പരിശോധിക്കണമെന്നൊക്കെയുള്ള ആവശ്യമൊക്കെ ഉയർന്നു വന്നിരുന്നതാണ്. എന്തായാലും ഈ 2 പേരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് കൂടുതലായും പരിശോധന നടത്തിയത്. എന്തെങ്കിലും സാധന സാമഗ്രികളും മറ്റുമൊക്കെ പിടിച്ചെടുത്തോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ കണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ഒരു സ്ഥിരീകരണം EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. നേരത്തെ തന്നെ ഈ T വീണയ്ക്ക് എക്സാലോജിക്ക കമ്പനിക്ക് അപ്പുറം മറ്റ് ചില സ്ഥാപനങ്ങളിലും ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിലുള്ള ഒരു സ്ഥാപനം ഉള്ളതായി ED കണ്ടെത്തിയിരുന്നു. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ നിഖിലും നന്ദുലാലിനും ഒക്കെ ഇടപാടുകൾ ഉണ്ടോ എന്നടക്കമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ നടത്തിയ പരിശോധനകളുടെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇത്തവണ പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ എന്തൊക്കെ വിവരങ്ങൾ ഈ പരിശോധനകളിൽ നിന്നും ലഭിക്കും, അല്ലെങ്കിൽ അടുത്ത നടപടി എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും EDയിൽ നിന്നൊരു സ്ഥിരീകരണം ലഭിക്കുന്നില്ല. എന്തായാലും മുഹമ്മദ് റിയാസിനെ കൂടി ഈ കാര്യത്തിൽ ED ലക്ഷ്യം വെക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പരിശോധനകളിൽ നിന്നും വ്യക്തമാകുന്നത്. ടോം, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിലാണ് ED വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു. നേരത്തെ നടന്ന റെയ്ഡിന്റെ തുടർച്ചയെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്നാൽ ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPMന്റെ ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.